നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബി കെ ഫെർട്ടിലിറ്റി ക്ലിനിക്, തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് തൊട്ട് ഞാൻ സെമൻ അനാലിസിസ്, ബീജങ്ങളുടെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എടുക്കുകയാണ്. അപ്പൊ ഇതിലെ ഏറ്റവും എളുപ്പവും ഏറ്റവും ചെലവ് കുറഞ്ഞവും ഏറ്റവും നല്ലൊരു ടെസ്റ്റ് സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ശുക്ലത്തിന്റെ സിമ്പിൾ അനാലിസിസ്. അതിൽ ബീജങ്ങൾ എത്ര എണ്ണം, കൗണ്ട്, അനക്കം, ആരോഗ്യമൊക്കെ അറിയുന്ന ബേസിക് ടെസ്റ്റ്, ഏറ്റവും വിലപ്പെട്ട ടെസ്റ്റാണ്. അപ്പോ ഈ ടെസ്റ്റ് നമ്മൾ മര്യാദയ്ക്ക് ശരിക്കും ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ആണോ കിട്ടുന്നത്, നമ്മളുടെ റിസൾട്ട് തെറ്റുന്നോണ്ടാണോ, ഇത് നമ്മളുടെ പ്രശ്നമാണോ അതോ ലാബിന്റെ പ്രശ്നമാണോ അതോ ശുക്ലത്തിന്റെ പ്രശ്നമാണോ എടുത്ത രീതിയിലെ പ്രശ്നമാണോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് സെമൻ എടുക്കേണ്ടത്, എന്ത് സിറ്റുവേഷൻസ് നമ്മൾ എടുക്കാൻ പാടാത്തത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ സെമൻ ടെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഏത് സ്ഥിതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോ ഇതില് ബേസിക്സ് ബീജങ്ങളുടെ കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങൾക്കെതിരെ പറയുന്നു. ഇത് വൃക്ഷമാണ്. വൃക്ഷത്തിന്റെ ഉള്ളില് ഈ നീണ്ട ട്യൂബിനുള്ളിൽ ബീജങ്ങൾ ഉണ്ടാവുന്നു. ഉണ്ടായി ബീജങ്ങൾ ഈ നീണ്ട ട്യൂബിൽ കൂടെ കടന്ന് പുറത്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉള്ളിലെത്തി പുറത്തേക്ക് എത്തുന്നു. ഈ ബീജങ്ങൾക്ക് ഇവിടുന്ന് ഉണ്ടായി പുറത്തേക്ക് എത്താൻ വളരെ നീണ്ട ഒരു 2-3 മാസം, ചിലപ്പോൾ 1-2 മാസം വരെ അത് എടുക്കും. ഇത് പറയാനുള്ള അർത്ഥം നിങ്ങൾക്ക് മുന്നോട്ട് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഇത്രയും സമയം എടുത്താണ് ബീജങ്ങൾ മുന്നോട്ട് വരുന്നത്. ഈ ബീജങ്ങൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. അതില് കറക്റ്റ് പ്രായമായിട്ടുള്ള ബീജങ്ങൾ, പ്രായം കൂടിയ ബീജങ്ങൾ, വളരെ ചെറുപ്പമായിട്ടുള്ള ബീജങ്ങൾ. ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഈ ഏറ്റവും കറക്റ്റ് ഏജ്, മിഡിലെ ഏജിലാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു 3 തൊട്ട് 5 ദിവസത്തെ പ്രായം. ഇന്ന് നിങ്ങൾ സ്വയംഭോഗം ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടു, ഇവിടുന്ന് ഒരു 3 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ എടുക്കുന്ന സാമ്പിൾ ആയിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ബീജങ്ങൾ. അതിന് കറക്റ്റ് മൂപ്പ് ഉണ്ടാവും, പ്രഗ്നൻസി ഉണ്ടാക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും. ഈ സാമ്പിളാണ് നമുക്ക് ഏറ്റവും നല്ല ടെസ്റ്റ് ചെയ്യാൻ. 5 ദിവസത്തിന്റെ അപ്പുറം പോയാൽ പ്രായം കൂടിപ്പോയി. ബീജങ്ങൾക്ക് പ്രായം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആരോഗ്യം അല്ലെങ്കിൽ തന്നെ കുറഞ്ഞു തുടങ്ങും, അതിന്റെ അനക്കം കുറഞ്ഞു തുടങ്ങും. ആരോഗ്യവും അനക്കവും കുറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രഗ്നൻസിയുടെ സാധ്യതയും കുറയും. ഉണ്ടായ പ്രഗ്നൻസിക്ക് ഭ്രൂണങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും. അപ്പൊ അത് നല്ലതല്ല. വളരെ ചെറുപ്പമായിട്ടുള്ള 1-2 ദിവസം, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടു, ഇന്ന് സാമ്പിൾ എടുത്തു കൊടുത്താൽ കാര്യമില്ല. എന്നുവെച്ചാൽ വളരെ ചെറുപ്പം ആയിട്ടുള്ള ബീജങ്ങൾക്ക് മുഴുവൻ വളർച്ച ആയിട്ടില്ല, അവരുടെ അനക്കവും കുറവായിരിക്കും, കാണുമ്പോൾ അതിനും ചിലപ്പോൾ അംഗവൈകല്യങ്ങൾ മാതിരി തോന്നാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാ ലാബുകളും പറയുന്നത് 3 തൊട്ട് 5 ദിവസത്തെ ഗ്യാപ്പുള്ള സാമ്പിൾ വേണം. ഇതില് ഈ 3-5 ദിവസത്തെ ഗ്യാപ്പില് ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു പോയി, ഒരു തുള്ളിയെ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഇത്തിരി കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിൽ ഒരു തുള്ളി സാമ്പിൾ കിട്ടിയാലും കൂടിയും ആ സാമ്പിളില് ഒരു ഫുൾ സാമ്പിളിന്റെ അതേ ഡീറ്റെയിൽസ് തരാനുള്ള കഴിവുണ്ട്. തീർച്ചയായിട്ടും അതിന് നമുക്ക് കൗണ്ടും മോട്ടിലിറ്റി ഒക്കെ അതേപോലെ ഒരു ഫുൾ സാമ്പിൾ കിട്ടിയ അത്ര തന്നെ കിട്ടും. ഇപ്പൊ സാമ്പിൾ കളക്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന അഡ്വൈസുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പറഞ്ഞ 3 തൊട്ട് 5 ദിവസത്തെ ഗ്യാപ്പ് വേണം. ഇതിനെക്കാട്ടിലും വിലപ്പെട്ടതാണ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്യുന്ന രീതി. കളക്ട് ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ കൈ ലാബിൽ എത്തിയോണ്ടെന്ന് നന്നായി സോപ്പിട്ട് കഴുകണം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൽ കയ്യിൽ വല്ല വണ്ടിയിൽ വന്ന പൊടി, ഗ്രീസ്, പെയിന്റ്, അങ്ങനത്തെ എന്തെങ്കിലും പുറത്തു നിന്നുള്ള എന്തെങ്കിലും കെമിക്കൽസിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശുക്ലത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ അത് കാരണം ബീജങ്ങളുടെ അനക്കം കുറയരുത്. അത് കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്യാം, മൂത്രം ഒഴിക്കാൻ പറയും. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ അറിയാതെ നിങ്ങളുടെ ശുക്ലത്തിലേക്ക് നിങ്ങളുടെ മൂത്രത്തിന്റെ സാമ്പിൾ മിക്സ് ആയി പോയാൽ ആ pH ന്റെ ചെറിയ വ്യത്യാസം കാരണം കുറെ ബീജങ്ങൾ അത് കാരണം ചത്തുപോകാം. അവസാനത്തത് ആ കൈയും ലിംഗവും വെറും പച്ചവെള്ളം വെച്ച് കഴുകാൻ പറയും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ബാക്കി സോപ്പോ പൗഡറോ എന്തെങ്കിലും നിങ്ങളുടെ മേത്ത് യൂസ് ചെയ്യുന്ന എണ്ണയൊക്കെ അതിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് സാമ്പിൾ മുഴുവൻ കളക്ട് ചെയ്യാൻ പറയും, പുറത്തേക്ക് പോവാതെ. ഇത് എവിടെ കളക്ട് ചെയ്യണം എന്ന് അടുത്ത ചോദ്യം വരും. ഏറ്റവും നല്ലത് ലാബിന്റെ ചുറ്റുവട്ടത്ത് തന്നെ വെച്ച് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ, സാമ്പിൾ കളക്ട് ചെയ്ത് നിങ്ങൾ അതുകൊണ്ട് പുറത്ത് വെയിലത്ത് അല്ലെങ്കിൽ AC-യിൽ ഇരുന്ന് വരുന്നതിനെക്കാട്ടിലും നേരെ എടുത്ത് വന്ന് സാമ്പിൾ തരികയാണ് നല്ലത്. അരമണിക്കൂറുള്ളിൽ എത്താമെന്ന് ചിലവർ പറയും. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീജങ്ങളുടെ അല്ലെങ്കിലും ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കാരണം, ബീജങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലത്തെ ബോഡി ടെമ്പറേച്ചറിൽ നിൽക്കേണ്ടതാണ്. ഈ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് മാറി പെട്ടെന്ന് പുറത്തെ ക്ലൈമറ്റിൽ ചൂടോ തണുപ്പോ എന്താണെങ്കിലും അതിൽ നിന്ന് തിരിച്ച് ലാബിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ അനക്കവും ആരോഗ്യവും കുറഞ്ഞിട്ടുണ്ടാവാം. തെറ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് അതിൽ കിട്ടാം. അപ്പൊ ലാബിന് ചുറ്റുവട്ടത്ത് തന്നെ വെച്ചിട്ട് തന്നെ കളക്ട് ചെയ്യണം നല്ലത്. അതില് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ടിഷ്യൂലൊക്കെ കവർ ചെയ്ത് ശരീരത്തിന് ചേർത്ത് വെച്ചിട്ട് വരിക. പുറത്തെ AC-യിലോ അല്ലെങ്കിൽ പുറത്ത് വെയിൽ കൊള്ളുന്ന മാതിരി വെച്ചിട്ട് വരരുത് വണ്ടിയിൽ. അത് ശരീരത്തിലേക്ക് ചേർത്ത് ബോഡി ടെമ്പറേച്ചറിന്റെ ഏതാണ്ട് അതേ ലെവലിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ.
ഇത് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചിലപ്പോ എത്രയോ പേര് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നല്ല പനിയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എനിക്ക് വയ്യ, ചുമയാണ്, വയ്യ, അസുഖമായിരുന്നു, കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർ എന്ത് ചെയ്യണം? പൊതുവെ പനി, ഇൻഫെക്ഷൻസ് ഏത് രൂപത്തിലാണെങ്കിലും വന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം, 1.5 മാസം പിടിക്കാനൊന്ന് ക്ലിയർ ആവും. അപ്പൊ തിരക്ക് പിടിച്ച് നമ്മൾ പോയി സെമൻ ചെക്ക് ചെയ്താൽ ആ റിപ്പോർട്ട് മോശം തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങളുടെ സാമ്പിൾ മോശമെന്നല്ല. ആ സാമ്പിൾ മോശമാണ്, പെർട്ടിക്കുലർ ആ ദിവസം തന്ന സാമ്പിൾ മോശമാണ്. നിങ്ങൾ അതിനെ നന്നാക്കാൻ ഒരു മാസം ഗ്യാപ്പ് കൊടുക്കുക. ഒരു മാസം കഴിഞ്ഞിട്ട് അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു മാസം വിട്ടിട്ട് പിന്നെ സാമ്പിൾ ചെക്ക് ചെയ്താൽ നോർമൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട സാമ്പിൾ നമുക്ക് കിട്ടും. ഇതായിരിക്കും നല്ല വഴി സെമൻ ചെക്ക് ചെയ്യാൻ. പിന്നെ സെമൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് ഭക്ഷണത്തിനോ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കുടിക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ ഒന്നും ഒരു എഫക്ട് വരില്ല. ബീജങ്ങൾ അതിനൊന്നും എഫക്ട് ചെയ്യില്ല. മൊത്തത്തിൽ ബീജങ്ങളുടെ ആരോഗ്യം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ ഇത്രയും ധാരാളം മതി. പൊതുവെ സെമൻ കളക്ഷന്റെ ഈ മെത്തേഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ റിപ്പോർട്ട് തെറ്റിയാൽ ചിലപ്പം ഈ പറഞ്ഞ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കാം റിപ്പോർട്ട് തെറ്റിയെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ഡീറ്റെയിൽസ് അതിന്റെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.